നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈയിടെ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു വീഡിയോ റീൽസിലും അല്ലെങ്കിൽ യൂട്യൂബ് റീൽസിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒറിജിനൽ വീഡിയോ ഒരാൾ കഷ്ടപ്പെട്ട് മ്യൂസിക്കൊക്കെ എടുത്ത് പല ലൊക്കേഷനിൽ പോയി ഷൂട്ട് ചെയ്ത് ഒരു വീഡിയോ എടുത്തു. ആ വീഡിയോ ഈ സിനിമ റിവ്യൂ ചെയ്യണ പോലെ മെയിൻ സ്ക്രീനിൽ ആ വീഡിയോയും ബാക്ക്ഗ്രൗണ്ടിൽ ഒരാളിരുന്ന് എന്ന് പറഞ്ഞ് ചിരിക്കുന്നതും അങ്ങനെ ഒരു വീഡിയോ കണ്ടു. അതുപോലെ തന്നെ മെയിൻ സ്ക്രീനിൽ ഒരു വീഡിയോയും സൈഡിൽ ഒരുത്തനിരുന്ന്, അതായത് മെയിൻ വീഡിയോ മ്യൂട്ട് ചെയ്ത് സൈഡ് സ്ക്രീനിലുള്ള വീഡിയോ ഈ എഡിറ്റർ ഇരുന്ന് കമൻറ്റ് പറയുന്നു. അതായത് നമ്മൾക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യം ഇയാൾ ഇവിടെ ഇരുന്നിട്ട് അതിനെപ്പറ്റി കമൻറ്ററി പറയണ പോലെ പറയുക. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റാണ് മെയിനായിട്ട് ഒരു കാര്യം സംഭവിക്കുന്നത്. രണ്ടാമത്തെ കാര്യം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ എഡിറ്റ് ചെയ്ത ആൾക്ക് എത്രമാത്രം സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ എത്രമാത്രം ഫോളോവേഴ്സോ കിട്ടുന്നതിന് പകരം ഇയാൾ ആ വീഡിയോ ഒരു പണിയും ചെയ്യാതെ, അതായത് ഇവിടെ മറ്റൊരു സ്ക്രിപ്റ്റെല്ലാം എഴുതി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കെല്ലാം ഇട്ട് ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇയാൾ നല്ല റീച്ച് കിട്ടിയ ഒരു വീഡിയോ അങ്ങോട്ട് എടുക്കുന്നു. അയാൾ ആ വീഡിയോ അയാളുടെ ബാക്ക് സ്ക്രീനിൽ പ്ലേ ചെയ്യുന്നു. അയാൾ അവിടെ ഇരുന്നിട്ട് ഭയങ്കര കാര്യത്തിൽ എന്തു രസമാണിത്, നമുക്ക് കാണാണ്ട് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല എന്നെല്ലാം പറഞ്ഞ്, അതായത് ഒരു പണിയില്ല. മറ്റാൾ നന്നായി പണിയെടുത്ത വീഡിയോ ഇയാൾ വെറുതെ ഇരുന്ന് ഡയലോഗ് അടിച്ച് ഇയാൾ ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഒരിക്കലും ഇങ്ങനത്തെ വീഡിയോ സപ്പോർട്ട് ചെയ്യരുത്. അവരെല്ലാം നിങ്ങൾ അൺഫോളോ ചെയ്യണം. എന്നാലേ അവർക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. നിങ്ങൾ മെയിനായിട്ട് ആ വീഡിയോ എടുത്തവരെ ഫോളോ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നവരെ നിങ്ങൾ അൺഫോളോ ചെയ്ത് ഡിസ്ലൈക്ക് ബട്ടൺ കൊടുക്കുക. അതാണ് നിങ്ങൾ വേണ്ടത്. കാരണം മറ്റുള്ളവരുടെ ഒരു പ്രവൃത്തി, മറ്റുള്ളവരുടെ ഒരു സൃഷ്ടിയാണ് ഇദ്ദേഹം അല്ലെങ്കിൽ ഇതുപോലുള്ള ആൾക്കാർ നശിപ്പിക്കുന്നത്. ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക.